ഹലോ, ബാക്ക് ടു ലൈഫിലേക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. പനി മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. മെയിനായിട്ടും തോട്ട് ഇൻഫെക്ഷനാണ്. സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്തില്ലെങ്കിൽ ദാണ്ട ഇങ്ങനെ കിടക്കും. 3-4 ദിവസമായിട്ട് ഒരേ കിടപ്പായിരുന്നു. എണീക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് പൊടിയൊക്കെ കയറി കിടക്കുകയാണ് വീട് ഫുള്ള്. പോട്ടെ, സാരമില്ല, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷം അതൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുത്തു കേട്ടോ. സാധാരണ എന്തെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ വന്ന് ഞാൻ റെസ്റ്റ് എടുക്കാറില്ല. എനിക്ക് ജോലികൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. അത് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അന്നേരം ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു രീതി ആയതുകൊണ്ട് എന്ത് അസുഖം ഉണ്ടെങ്കിലും റെസ്റ്റ് എടുക്കാതെ പിന്നെയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കേണ്ടത്. നമ്മൾ ഓക്കെ ആയാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മളെ കൊണ്ട് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നമ്മളൊന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലേ. എൻ്റെ മോനെ സംബന്ധിച്ച് അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല കേട്ടോ. നമുക്ക് വയ്യെങ്കിൽ നമ്മളെവിടെയെങ്കിലും കിടന്നാൽ നമ്മുടെ കൂടെ വന്ന് കിടന്നോളും. അങ്ങനെ വലിയ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ അവൻ്റെ മൈൻഡിൽ കാണുമായിരിക്കും ഞാൻ ഓക്കെ അല്ല എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും അവൻ്റെ ടോയ്സ് കാണും, അതേ കാണും. പിന്നെ ഞാൻ കരുതും പോട്ടെ, സാരമില്ല, അതൊക്കെ വെച്ചിട്ട് കളിക്കട്ടെ, ഇച്ചിരി വൃത്തികേടായി കിടന്നാലും കുഴപ്പമില്ല. നേരത്തെ ഒന്നും ഞാൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കിങ്ങനെ നിരന്ന് കിടക്കുന്നതും ടോയ്സൊന്നും അവിടെ ഇവിടെയും കിടക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. ഇപ്പം ഞാനത് കാര്യമാക്കാറില്ല. അവരുടെ സന്തോഷം അതൊക്കെയല്ലേ. അപ്പം നമ്മൾ ആ ഒരു സന്തോഷത്തിന്, അവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ശല്യമൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് തനിയെ ഇരുന്ന് കളിച്ചോളും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് ഫുഡ് ഞാൻ തന്നെ കൊടുക്കണം, അവനെ കുളിപ്പിക്കണം ഞാൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഈ 2-3 ദിവസം അങ്ങനെ കുറച്ച് കഷ്ടപ്പാട് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ടും അവൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കുറവുകൾ വരുത്തിയിട്ടില്ല. അവന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. അവന് ഫുഡ് കൊടുക്കേണ്ട ടൈമിൽ ഫുഡ് കൊടുത്ത് അവനെ കുളിപ്പിക്കേണ്ട ടൈമിൽ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മനസ്സമാധാനം കിട്ടും. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എത്ര വയ്യെങ്കിലും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോസ് ഒന്നും ലാഗ് ആക്കിക്കരുത്, വീഡിയോസ് ഒന്നും ഇടാതിരിക്കരുത്. ഡെയിലി എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് വീതമെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നല്ലൊരു പനി പിടിച്ചതുകൊണ്ട് 2 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, ഞാൻ തന്നെ വിചാരിച്ച് ഹെൽത്ത് ഓക്കെ ആക്കിയിട്ട് എല്ലാം പഴയതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തുടങ്ങാമെന്ന്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലൊന്നും ലൈഫ് മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും മുകളിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ പ്ലാൻ ചെയ്യുന്ന പോലല്ലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുകയുള്ളൂ. എന്തായാലും ഞാൻ ഹെൽത്തൊക്കെ ഓക്കെ ആക്കി റെഡിയാക്കി കൊണ്ടുവരികയാണ്. ഞാൻ അങ്ങനെ കിടന്നിരുന്ന റൂം ഇങ്ങനെ ആക്കി. റൂം മാത്രമല്ല കേട്ടോ, വീട് ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്.